രക്ഷയുടെ പാതയിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കൂട്ടുകാരെ, സുഖമാണോ? എല്ലാവർക്കും സന്തോഷമാണോ? ആണോ? എനിക്കൊന്ന് ചാടി എഴുന്നേറ്റേ. എന്നിട്ട് ഉറക്കെ നമുക്ക് ഈശോയ്ക്ക് സ്തുതി കൊടുക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുക? പഠിക്കാൻ പോവുക അല്ലേ? പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യണ്ടേ? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ നിൽക്കണ്ടേ? പറഞ്ഞേ. കൈകൂപ്പി പിടിച്ച് കണ്ണുകളൊക്കെ അടച്ച് പ്രാർത്ഥിക്കണം അല്ലേ? എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കൂട്ടുകാരനായ ഈശോയെ, ഞങ്ങളുടെ കൂടെ വരണമേ. നല്ല പ്രാർത്ഥിക്കുന്ന മക്കളായി, സ്നേഹമുള്ള മക്കളായി, അനുസരണയുള്ള മക്കളായി ഞങ്ങളെ വളർത്തണമേ. ആമേൻ. കണ്ണു തുറന്നേ എല്ലാവരും. ഇനി നമുക്ക് ഇരിക്കാം. എല്ലാവരും ഇരുന്നേ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ആരെക്കുറിച്ചൊക്കെയാണ് പഠിച്ചേ? ഉറക്കെ പറഞ്ഞേ. സ്വർഗീയ അപ്പച്ചനെ കുറിച്ച് പഠിച്ചു. പിന്നെ ജുവൽമോൾ എന്താ പറഞ്ഞേ? ഉണ്ണീശോയെക്കുറിച്ച് പഠിച്ചെന്ന്. ഉണ്ണീശോയെ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? കഴിഞ്ഞ ക്ലാസ്സിൽ സിസ്റ്റർ നിങ്ങളോട് ഉണ്ണീശോയ്ക്ക് കൊടുക്കാൻ ഒരു സമ്മാനം കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു. കൊണ്ടുവന്നിട്ടുണ്ടോ? എന്ത് സമ്മാനമായിരുന്നു? ഒരു പൂവൊക്കെ വരച്ചിട്ട് നല്ല കളറെല്ലാം കൊടുത്ത് മനോഹരമാക്കി കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? കൊണ്ടുവന്നു. എങ്കിലൊന്ന് കയ്യിലെടുത്ത് ഉയർത്തി കാണിക്കാവോ? സൂപ്പറായിട്ടുണ്ടല്ലോ. തന്നെ വരച്ച പൂവാണോ ഇത്? അല്ലേ? ആരാ സഹായിച്ചേ? പപ്പ സഹായിച്ചോ? മോളെ മമ്മിയെ സഹായിച്ചേ? ചേട്ടനും ചേച്ചിയും ഒക്കെ നമ്മളെ സഹായിച്ചല്ലേ? കളർ കൊടുത്തതാരാ? നിങ്ങൾ തന്നെ കളർ കൊടുത്തേ? നിങ്ങൾ മിടുക്കരാണല്ലോ. എങ്കിൽ നന്നായിട്ട് നമുക്ക് ക്ലാപ്പ് ചെയ്യാം. ഓക്കെ, ഇനി സിസ്റ്റർ ഒരു കാര്യം ചോദിക്കട്ടെ. ഉണ്ണീശോയുടെ പിറന്നാളിന് പറയുന്ന പേരെന്തായിരുന്നു? എന്തോ? ക്രിസ്തുമസ് അല്ലേ? ഉണ്ണീശോ എവിടെയാണ് ജനിച്ചേ? പുൽക്കൂട്ടിൽ. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുമുണ്ട്, നന്നായിട്ട് പടമൊക്കെ വരച്ചിട്ടുണ്ട്. നല്ല മിടുക്കര കുട്ടികളാണേ. സിസ്റ്ററിന് നിങ്ങളെ ഒത്തിരി ഇഷ്ടമായി. ഈശോയ്ക്ക് നിങ്ങളെ അതിനേക്കാളും ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് സിസ്റ്റർ നിങ്ങൾക്ക് ഇന്ന് പുതിയൊരു പാഠം പഠിപ്പിച്ചു തരാം. എത്രാമത്തെ പാഠമെന്നറിയാവോ? 3-ാമത്തെ പാഠം. എത്രാമത്തെ പാഠമാ? 3-ാമത്തെ പാഠം. 3-ാമത്തെ പാഠത്തിൻ്റെ പേരെന്താണെന്നറിയാമോ? ഈശോയുടെ കൂട്ടുകാർ. ഒന്ന് പറഞ്ഞേ. ഈശോയുടെ കൂട്ടുകാർ. നിങ്ങൾ കൂട്ടുകാരെ കണ്ടിട്ടുണ്ടോ? മോളുടെ കൂട്ടുകാരിയുടെ പേരെന്താ? അപ്പുറത്തെ വീട്ടിലെ അമ്മുക്കുട്ടിയാണോ കൂട്ടുകാരി? ക്യാതറിൻ കുട്ടി പറയുവാ ക്യാതറിന് ഒത്തിരി കൂട്ടുകാരുണ്ടെന്ന്. നിങ്ങൾക്ക് ഒത്തിരി കൂട്ടുകാരുണ്ടോ? ഒത്തിരി കൂട്ടുകാരുണ്ടെങ്കിലും ചില കൂട്ടുകാരെ നമുക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കുമല്ലേ? ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടുകാരുടെ പേരൊന്ന് പറയാവോ? ഉറക്കെ പറഞ്ഞേ. അലോണ്, ഡോണ്, പിന്നെ ആഗ്നസ്. അതെന്താന്നേ അവരെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടം വരാൻ കാരണം? കളിക്കാൻ കൂടുവോ? പിന്നെയോ കളിപ്പാട്ടങ്ങൾ തരുമല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഇങ്ങോട്ട് നോക്കിക്കേ, സിസ്റ്ററുടെ ചിത്രം കാണിക്കുന്നുണ്ട്. ഇത് ആരുടെ ചിത്രമാ? ഈശോയുടെ ചിത്രമാണല്ലേ. നമുക്ക് ഈശോയുടെ കൂട്ടുകൂടിയാലോ? അലങ്കുട്ടൻ ചോദിക്കുവാ, സിസ്റ്ററെ ഈശോ നമ്മളോട് കൂട്ടുകൂടുവോ എന്ന്. ഈശോ നമ്മളോട് കൂട്ടുകൂടുവോ? ഈശോ കൂട്ടുകൂടും. കാരണമുണ്ടല്ലോ, ഈശോയ്ക്ക് നിങ്ങളെപ്പോലുള്ള കുഞ്ഞു മക്കളെ ഒത്തിരി ഇഷ്ടമാണ്. ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ ആരെയൊക്കെയാണ് കാണുന്നേ? ഈശോയുണ്ട്. ഈശോയുടെ കൂടെ കുറേ കുഞ്ഞു മക്കളും ഉണ്ടല്ലേ. അവരെന്ത് ചെയ്യുക? ഈശോയുടെ മടിയിലിരിക്കുന്നു, ഈശോയുടെ ഉടുപ്പേ പിടിക്കുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു. എന്ത് രസമല്ലേ? അങ്ങനെയാണെങ്കിൽ ഈശോ നമ്മളോടും കൂട്ടുകൂടിയല്ലേ? കൂട്ടുകൂടും. നമുക്ക് ഈശോയുടെ കൂട്ടുകൂടാം. റെഡിയല്ലേ? റെഡി ആയിട്ടുള്ളവർ ഒരു കാര്യം ചെയ്യണം. സിസ്റ്ററിനെ ഒന്ന് കൈപൊക്കി കാണിച്ചേ. അപ്പം എല്ലാവരും റെഡിയാണല്ലേ? എങ്കിൽ നമുക്ക് ഈശോയുടെ കൂട്ടുകൂടാം. ഈശോയുടെ കൂട്ടുകൂടി കഴിഞ്ഞാൽ പിന്നെ ഈശോ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും.
മറ്റു കൂട്ടുകാർ നമ്മുടെ കൂടെ കളിക്കാൻ കൂടും, കളിപ്പാട്ടങ്ങളൊക്കെ തരും. പക്ഷേ ഈശോ നമുക്ക് എന്തെല്ലാം തന്നിട്ടുണ്ടെന്ന് നോക്കിക്കേ. എത്ര സമ്മാനമാണ് തന്നേക്കുന്നത് അല്ലേ? നല്ല പപ്പയെയും മമ്മിയെയും തന്നു. പിന്നെ എന്തൊക്കെയാണ് തന്നെ നിങ്ങൾ പറഞ്ഞേ? നല്ല ചേട്ടനെയും ചേച്ചിയെയും തന്നു. പിന്നെയോ നല്ല ഉടുപ്പ് തന്നു, നല്ല കളിപ്പാട്ടങ്ങൾ തന്നു. അങ്ങനെയാണെങ്കിൽ ഈശോയ്ക്ക് നമ്മളോട് എന്തൊരു സ്നേഹമാണല്ലേ. എന്നാൽ ഈശോയെ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആക്കിയാലോ? ആരാ മക്കളെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ? സിസ്റ്റർ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു വനത്തിൽ 2 സുഹൃത്തുക്കൾ വസിച്ചിരുന്നു, കാലുമാനും ഡോലു ആനയും. രണ്ടുപേരും വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. രണ്ടുപേരുടെയും സൗഹൃദം ദിനം പ്രതി കരുത്തുറ്റതായി കൊണ്ടിരുന്നു. ഒരു ദിവസം രണ്ടുപേരും ഒരു കുളക്കരയിൽ ഉറങ്ങുകയായിരുന്നു. അപ്പോഴാണ് മാൻ ഉറക്കമുണർന്നതും ഒരു കുരങ്ങൻ കുളത്തിലേക്ക് കുനിഞ്ഞുകൊണ്ട് നിൽക്കുന്നതും കണ്ടത്. കുരങ്ങൻ കുളത്തിലേക്ക് വീഴുകയാണെന്ന് തോന്നല്ലോ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് മാൻ കുരങ്ങന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനെ ശക്തിയായി കുളത്തിൽ നിന്ന് ദൂരേക്ക് തള്ളിമാറ്റി. മാനിന്റെ തള്ളൽ കാരണം കുരങ്ങൻ ദൂരെ പോയി വീണു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നെ തള്ളിയിടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നീ കുളത്തിൽ വീഴുമായിരുന്നില്ലേ? ഞാൻ വീഴുകയായിരുന്നില്ല, ഞാൻ കുളത്തിൽ എന്റെ സുഹൃത്തിനോട് സംസാരിക്കുകയായിരുന്നു. നിന്റെ ചങ്ങാതി കുളത്തിൽ വീണിട്ടുണ്ടോ? കാലുവിന്റെ ഈ ചോദ്യത്തിന് മങ്കു ഒന്നും മിണ്ടാതെ കുളത്തിന്റെ കരയിൽ എത്തിയിട്ട് അതിൽ നോക്കാൻ തുടങ്ങി. കാലുവും മങ്കുവിനെ പിന്തുടർന്ന് കുളത്തിൽ നോക്കാൻ തുടങ്ങി. അപ്പോൾ മങ്കു തന്റെ പ്രതിബിംബത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നോക്ക്, ഇതാണ് എന്റെ ചങ്ങാതി. അല്ലേ, ഇത് നിന്റെ പ്രതിബിംബമാണ്. ഒപ്പം ഇതെന്റെ ചങ്ങാതിയുമാണ്. ഞാൻ ഈ വനത്തിൽ പുതിയതാണ്, എനിക്ക് ഈ വനത്തിൽ ചങ്ങാതിമാരാരുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവനെ എന്റെ ചങ്ങാതിയാക്കിയത്. ഞാൻ മങ്കു, ഇവൻ ബങ്കു. മങ്കുവിന്റെ ഈ വാക്കുകൾ കാലുവിന് വളരെ ഇഷ്ടപ്പെട്ടു. അവൻ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ഡോലു ആനയും അവിടേക്ക് വന്നു. ഈ കുരങ്ങൻ ഏതാണ്? ഇത് മങ്കുവാണ്, എന്റെ ചങ്ങാതി. ഇതോടെ മങ്കുവും കാലുവും വളരെ നല്ല സുഹൃത്തുക്കളായി തീർന്നു. രണ്ടുപേരും ദിവസം മുഴുവൻ ഒരുമിച്ച് കഴിഞ്ഞു. മുൻപ് കാലു ഡോലുവിനോടൊപ്പം കളിച്ചിരുന്ന അതേ കളികൾ അവനിപ്പോൾ മങ്കുവിനോടൊപ്പം കളിക്കാൻ തുടങ്ങി. ഗുല്ലുവിന് ഇത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൻ കാലുവിനോട് ചോദിച്ചു, കാലു, ഇപ്പൊ നീ എന്റെ കൂടെ കളിക്കാത്തത് എന്താ? ഇപ്പൊ മങ്കു എന്റെ ഉറ്റ ചങ്ങാതിയാ, അതുകൊണ്ട് ഞാൻ ഇനി മങ്കുവിന്റെ കൂടെ മാത്രമേ കളിക്കൂ. കാലുവിന്റെ ഈ വാക്കുകൾ ഡോലുവിനെ വല്ലാതെ വേദനിപ്പിച്ചു. അവൻ കാലുവിനെ ഉപേക്ഷിച്ചിട്ട് പോയി. ഒരു ദിവസം കാലുവും മങ്കു കുരങ്ങനും എന്നത്തെയും പോലെ വനത്തിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവർ ഒരു സിംഹം ഓടി വരുന്ന ശബ്ദം കേട്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു ഭീകരനായ സിംഹം അവരുടെ അടുത്തേക്ക് ഓടി വരുന്നതാണ് കണ്ടത്. സിംഹത്തെ കണ്ടപാടെ രണ്ടുപേരും പേടിച്ചു വിറച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യും? സിംഹം നമ്മളെ കൊന്നു തിന്നും. എനിക്ക് മരത്തിൽ കയറാൻ അറിയാം, അതുകൊണ്ട് സിംഹത്തിന് എന്നെ ഒന്നും ചെയ്യാനാവില്ല. അപ്പൊ ഞാനോ? മങ്കു, ദയവായി സിംഹത്തിൽ നിന്ന് എന്നെ രക്ഷിക്കൂ. നിന്റെ ജീവൻ രക്ഷിക്കാൻ നിന്നാല് സിംഹം എന്നെയും കൊന്നു തിന്നും. എടാ, നിന്റെ ജീവൻ നീ തന്നെ രക്ഷിച്ചോ, ഞാൻ പോകുക. ഇത്രയും പറഞ്ഞിട്ട് കുരങ്ങൻ നല്ല ഉയരമുള്ളൊരു മരത്തിന്റെ മുകളിലേക്ക് ചാടിക്കയറി. നിസ്സഹായനായ കാലു സഹായത്തിനായി ഉറക്കെ അലറി വിളിക്കാൻ തുടങ്ങി. ആരെങ്കിലും ഉണ്ടോ? എന്നെ സിംഹത്തിൽ നിന്ന് രക്ഷിക്കണേ, ഇല്ലെങ്കിൽ ഇവരെന്നെ കൊന്നു തിന്നും. സിംഹം മാനിന്റെ നേർക്ക് ആഞ്ഞടുത്തപ്പോഴേക്കും ഡോലു ആന മരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തു വന്ന് സിംഹത്തിന്റെ മുന്നിലായി നിലയുറപ്പിച്ചു. പേടിക്കണ്ട ചങ്ങാതി, ഈ സിംഹത്തിന് ഇനി നിന്നെ ഒന്നും ചെയ്യാനാവില്ല. ഇത്രയും ഭീമാകാരനായ ആന മുന്നിൽ നിൽക്കുന്നത് കണ്ട് സിംഹം പേടിച്ചുപോയി. ആന മുന്നിലുള്ളപ്പോൾ തനിക്ക് മാനിനെ തിന്നാനാവില്ലെന്ന് അവന് മനസ്സിലായി. അതിനാൽ തോൽവി സമ്മതിച്ച് അവൻ അവിടെ നിന്ന് പോയി. അവൻ പോയ ഉടനെ ആന മാനിന്റെ നേരെ തിരിഞ്ഞു നോക്കിയപ്പോൾ മാൻ പശ്ചാത്താപം കൊണ്ട് കരയുന്നതാണ് കണ്ടത്. എന്തു പറ്റിയടോ? എന്നോട് ക്ഷമിക്കൂ, ഞാൻ നിന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. നീ തന്നെയാണ് എന്റെ യഥാർത്ഥ സുഹൃത്ത്. നീയാണ് എന്റെയും യഥാർത്ഥ സുഹൃത്ത്, അതങ്ങനെ തുടരുകയും ചെയ്യും. എല്ലാവരും കഥ കേട്ടോ? കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായി. ഈ കഥയിലെ ആരൊക്കെയാ ബെസ്റ്റ് ഫ്രണ്ട്സ്? ആരൊക്കെയാ? കാലുമാനും ഡോലുവാനയുമാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. നമ്മുടെ കൂടെ എപ്പോഴും ആയിരിക്കുന്ന കൂട്ടുകാരാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്. നമുക്ക് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും എപ്പോഴും നമ്മുടെ കൂടെ വേണമല്ലേ?
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈശോയെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കാം. റെഡിയല്ലേ? പക്ഷേ ഉണ്ടല്ലോ, ഈശോയുടെ കൂട്ടുകൂടണമെങ്കിലേ ഒരു കാര്യമുണ്ട്. നല്ല കുട്ടികളായിരിക്കണം. എങ്ങനെ ഈ നല്ല കുട്ടികളായിരിക്കുന്നേ? ആരോടും വഴക്കൊന്നും കൂടരുത്. പിന്നെയോ എന്തോ ആ പപ്പയും മമ്മിയൊക്കെ പറയുന്നത് അനുസരിക്കണം. പിന്നെ എന്താ ചെയ്യണ്ടേ? ചേച്ചിയുടെയും ചേട്ടായിയുടെയും പുസ്തകമൊന്നും കീറരുത്. അവരുടെ കളിപ്പാട്ടങ്ങൾ പൊട്ടിച്ച് കളയരുത്. അങ്ങനെയൊക്കെ ആയിരുന്നാലേ ഈശോയോട് കൂട്ടുകൂടാൻ പറ്റുള്ളൂ. കാരണം ഈശോ നിങ്ങളെപ്പോലെ കുഞ്ഞായിരുന്നപ്പോൾ മാതാപിതാക്കളെ അനുസരിച്ചു, കൂട്ടുകാരോട് വഴക്കൊന്നും കൂടിയില്ല, നല്ല മിടുക്കനായിട്ടാണ് വളർന്നു വന്നേ. നമ്മളും അങ്ങനെ വളരണ്ടേ? വളരണല്ലേ? ഈശോയോട് കൂട്ടുകൂടി കഴിഞ്ഞാലേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. സ്വർഗത്തിൽ പോകുന്ന മക്കൾ എങ്ങനെയുള്ള മക്കളായിരിക്കും? നല്ല സ്നേഹമുള്ള മക്കളായിരിക്കും. പിന്നെയോ ഒരു കൂട്ടുകാരി എന്നെ അടിച്ചു അല്ലെങ്കിൽ ഒരു ഞുള്ളിപ്പറിച്ചു, തിരിച്ച് അവർ ഉപദ്രവിക്കുമോ? ഇല്ല, അവരോട് ക്ഷമിക്കണം. അങ്ങനെ ക്ഷമയുള്ള മക്കളായിരിക്കണം. അല്ലാതെ ചില കൂട്ടുകാരെന്ത് ചെയ്യും? വികൃതി കാട്ടി മറ്റുള്ളവരെയൊക്കെ ഉപദ്രവിച്ച് നടന്നാൽ നമുക്ക് ഈശോയോട് കൂട്ടുകൂടാൻ പറ്റിയല്ല. അപ്പം നമുക്ക് സ്വർഗത്തിൽ പോകണ്ടേ? സ്വർഗത്തിൽ പോകണം. അങ്ങനെയാണെങ്കിൽ ഈശോയോട് നമുക്ക് കൂട്ടുകൂടാമല്ലേ? എങ്കിൽ നമുക്ക് ഈശോയുടെ ചെറിയൊരു സുഗതജപം ചൊല്ലി പ്രാർത്ഥിക്കാം. സിസ്റ്റർ ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലണേ. ഈശോയെ എന്നെ കാത്തുകൊള്ളണമേ. പഠിച്ചോ? ഒന്നുകൂടി പറഞ്ഞേ. ഈശോയെ എന്നെ കാത്തുകൊള്ളണമേ. എല്ലാവരും പഠിച്ചില്ലേ? ഇനി എന്ത് ചെയ്യണം? വീട്ടിൽ പോയിട്ട് എല്ലാവരെയും പഠിപ്പിക്കണം. പിന്നെ നമ്മുടെ ആൻറ്റിമാരും അങ്കിളുമാരൊക്കെ ഫോൺ വിളിക്കുകയല്ലേ, അവരെയും പഠിപ്പിക്കണം കേട്ടോ. നമ്മുടെ വീട്ടിൽ ആൻറ്റിമാരും അങ്കിളുമാരും പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ വരാറില്ലേ? അങ്ങനെ വരുമ്പം നമ്മൾ അവർക്ക് എന്താ കൊടുക്കാറുള്ളത്? ജ്യൂസ് കൊടുക്കുമോ? പിന്നെ എന്താ കൊടുക്കുന്നേ? ചോറ് കൊടുക്കും. പിന്നെയോ? എല്ലാവരും പറഞ്ഞേ. ഐസ്ക്രീം കൊടുക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ ഈശോ നിങ്ങളുടെ വീട്ടിലേക്ക് വരുവാണേ. ഈശോയ്ക്ക് എന്ത് സമ്മാനമാണ് കൊടുക്കുന്നേ? ഏറ്റവും നല്ല സമ്മാനം കൊടുക്കണം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈശോയ്ക്ക് കൊടുക്കാനുള്ള നല്ല സമ്മാനം കണ്ടുപിടിച്ച് വരണം കേട്ടോ. റെഡിയല്ലേ? പിന്നെയുണ്ടല്ലോ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ പുസ്തകത്തിലെ 20ാമത്തെ പേജിൽ സ്വർഗീയ പൂന്തോട്ടത്തിലെ പൂക്കൾക്ക് നിറം കൊടുക്കാനുണ്ട്. അവിടെ നിറം കൊടുത്തിട്ടില്ല. നിങ്ങൾ സഹായിക്കുകയല്ലേ? നല്ല മനോഹരമാക്കി അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വരണം കേട്ടോ. എങ്കിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എന്നിട്ട് ഇത്രയും സമയം നമ്മുടെ കൂടെയായിരുന്ന നമ്മുടെ കൂട്ടുകാരനായി ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കൊരു പാട്ട് പാടി പ്രാർത്ഥിച്ചാലോ? നല്ലതു കാണുവാൻ നന്മകൾ ചെയ്യുവാൻ എന്നെ സഹായിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചോ? ഓക്കെ. എങ്കിൽ നമുക്ക് ഈശോയ്ക്ക് സ്തുതി കൊടുക്കണം. സ്തുതി കൊടുക്കുന്നത് എങ്ങനെയാ? കൈകൂപ്പി പിടിച്ച് നന്നായിട്ട് ചിരിക്കണം. എന്നിട്ട് ഈശോയ്ക്ക് ഉറക്കൊരു സ്തുതി കൊടുത്തേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.